ആർക്കെങ്കിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായിട്ട് ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ സഞ്ചരിക്കുവാനും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം ദേശത്തോട് അറിയിക്കുവാനും മനുഷ്യനെ തിന്മയുടെ അനുഭവങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന സുവിശേഷ സന്ദേശവുമായിട്ട് ഇവിടെയും എത്തിച്ചേരുവാൻ അവസരം ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ കർത്താവിന് സ്തുതി കരയുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള നാം പാർക്കുന്ന ഈ മനോഹരമാകുന്ന കൊച്ചു കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ നാം ഓരോരുത്തരും വളരെ വിലയിരുത്തി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്തതും നാം ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഓരോരോ വാർത്തകളാണ് അനുദിനവും നാം ഓരോരുത്തരും കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. ദേശം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യുവതലമുറകളെ ഈ മദ്യപാനത്തിന്റെ മറ്റ് മയക്കുമരുന്നുകളുടെ ശക്തിയിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം നാം ആരും മറന്നു പോകരുത്. പഴയ കാലങ്ങളെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അന്നും മദ്യപാനം ശീലമാക്കിയവർ ഉണ്ടായിരുന്നു. പ്രായമുള്ളവർ ആരും കാണാതെ വളരെ രഹസ്യമായി പോയി മദ്യഷോപ്പുകളിൽ നിന്ന് മദ്യം വാങ്ങി വീട്ടിൽ വെച്ചോ അല്ല എങ്കിൽ രഹസ്യ സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ദേശത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല. മുതിർന്നവർ മുതൽ എന്തിന് സ്ത്രീകൾ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും മദ്യത്തിനും ഇതര മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പല മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് തന്നെ വളരെ പ്രയാസമുള്ള കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. നല്ല നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൽസ്വഭാവികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും സഹപാഠികളാകുന്ന പ്രിയപ്പെട്ടവർ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും വലിച്ചെടുക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ ദേശം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ സ്നേഹിതരായ പ്രിയപ്പെട്ടവരെ ഈ മദ്യപാനത്തിന്റെ ശക്തിയിൽ നിന്ന്, ഈ പൈശാചികമാകുന്ന ദുരന്തത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി നമ്മളാലോളം നാം ഇതിനു വേണ്ടി എത്രമാത്രം ശക്തിയോടെ പ്രവർത്തിപ്പാൻ കഴിയുമോ അത്രമാത്രം ശക്തിയോട് ഈ ലഹരി വസ്തുക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പലപ്പോഴും ഒരു ടൈം പാസിനോ അല്ലെങ്കിൽ അല്പം രസകരമാകുന്ന ഒരു വിഷയമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിലേക്ക് വീഴുന്നു. എന്നാൽ പലരും ഇതിന് പിന്നീട് അടിമകളായി മാറുകയാണ്. ഇതിൽ നിന്ന് ഈ ലഹരി മരുന്നിന്റെ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു പൈശാചികമാകുന്ന അനുഭവമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല.
ഇതിൽ നിന്ന് മനുഷ്യന്റെ സ്വന്തം ശക്തി കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ മോചനം പ്രാപിക്കാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ഞെട്ടിപ്പിക്കുന്നതായ വാർത്തകളും ഇഷ്ടപ്പെടാത്ത വാർത്തകളും നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു വാർത്ത സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വാർത്തയാണ്. അതാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ അവൻ അടിമപ്പെട്ട് കിടക്കുന്ന സകല തിന്മയിൽ നിന്നും വിടുവിപ്പാൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച യേശു മശിഹായിൽ വിശ്വസിക്കുന്നതിലൂടെ യേശു ക്രിസ്തുവിനെ ജീവനും രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ നീ ഏത് അസമാധാനത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന വ്യക്തി ആയിരുന്നാലും, ഏത് തിന്മയുടെ അടിമത്തത്തിലായിരിക്കുന്ന വ്യക്തിയായിരുന്നാലും, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലും പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ മകളായി തീർന്നതിലൂടെ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നുള്ള സത്വർത്തമാനം ജീവിതാനുഭവത്തിലൂടെ നിങ്ങളോട് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഇപ്രകാരം പറയുന്നു: യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. അത് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രത്തെ പോലും ഏടിയെന്നും വീശിയെന്നും രണ്ടായി വിഭാഗിച്ചുകൊണ്ട് ഭാവത്തിൽ അടിമയായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ഭാവത്തിനെത്തും അങ്ങനെ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണം. മനുഷ്യന്റെ ഭാവത്തിന് പ്രായച്ചിത്തം വരുത്തുവാൻ വേണം. യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിൽ 33 തിരുവയസ്സ് വരെയും പാപമില്ലാത്തവരായി ജീവിപ്പാനിടയായി തീർന്നു. തിരുവഴുത്തുകളിൻ പ്രകാരം അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും ജാതിമതവർഗ വ്യത്യാസമില്ലാതെ ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെ സ്നേഹിച്ച് തന്നോട് ചേർത്ത് നിർത്തി രക്ഷിക്കുന്ന മനുഷ്യനെ ഒരിക്കൽ മാത്രമല്ല പാവങ്ങളിലെ മനുഷ്യന്റെ ബലഹീനതകളെ മനുഷ്യനാക്കി മനുഷ്യന് വേണ്ടി മനുഷ്യനായി ജീവിച്ച് അതാ 33 തിരുവയസ്സിലെ തിരുവഴുത്തുകളിൽ പ്രകാരം പിതാവിന്റെ ഇഷ്ടം കാൽവരി ക്രൂശിൽ യേശു നിറവേറ്റുവാനിടയായി തീർന്നു. തിരുവചനം പറയുന്നു: സകല ഭൂസിമാവാസികളുമായുള്ളവരെ എന്നെ നോക്കി രക്ഷ പ്രാപിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ സമാധാനം പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ അനേകരും പല വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായൊരു പരിഹാരം കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ സൈന്യം വിളിച്ചു പറയട്ടെ: മനുഷ്യർക്ക് രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അത് വിശ്വസിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ഞങ്ങളുടെ പിൽക്കാല ജീവിതാനുഭവങ്ങളെ പറ്റി ചിന്തിച്ചാലും ഞങ്ങളിൽ പലരും അസമാധാനത്തിന്റെ അനുഭവത്തിലും പല ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് നാട്ടിനും വീട്ടിനും കൊള്ളാത്തവരായി ജീവിച്ചപ്പോൾ കരുണാസമ്പന്നനായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ വ്യക്തിപരമായി അംഗീകരിപ്പാനും സ്വീകരിപ്പാനും ഇടയായി തീർന്ന നിമിത്തം യേശു ക്രിസ്തുവിലൂടെ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും നന്മകളും പ്രത്യാശയും അനുഭവിപ്പാനിടയായി തീർന്നു. ആ സന്തോഷത്തിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ സ്നേഹിതരെ ആഹ്വാനം ചെയ്തതിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനം പറയുന്ന: ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? പ്രിയ സ്നേഹിതരെ,
ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകി നിലനിർത്തിയിരിക്കുമ്പോൾ ഭൗതികത്തിന്റെ പിന്നാലെയും ജീവിത ഉപാധികളുടെ പിന്നാലെയും നാം യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് നമുക്കൊരു മരണമുണ്ട്. അത് ഏത് സമയവും നാം സ്വീകരിപ്പാൻ തയ്യാറായിരിക്കുമ്പോൾ തന്നെ മരണശേഷം എനിക്കും നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. തിരുവചനം ഇപ്രകാരം പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുവാനിടയായി തീരും. അതെ, ഇന്ന് പകൽക്കാലം ശാന്തമായി ഒന്ന് ചിന്തിക്കൂ. ഇത്രകാലം ജീവിതം നയിച്ചു, പല നന്മകളും കൈവരിപ്പാനിടയായി തീർന്നു, പല നേട്ടങ്ങളും നാം കൈവരിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം, നാം സന്തോഷവാന്മാരായി ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിനെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടോ ദർശനമോ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ഇടയാകുന്നില്ല എങ്കിൽ ഒന്നുകൂടി ഹല്ലേലൂയ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാല് ഇന്ന് അല്ലെങ്കിൽ അടുത്ത നിമിഷം മരണമെന്ന യാഥാർത്ഥ്യം എന്നെ തേടി വരുമ്പോൾ മരണത്തിന് ശേഷം എന്റെ നിത്യത എവിടെയാണ്, എന്റെ ജീവിതം എവിടെ കഴിച്ചു കൂട്ടുമെന്ന് ഇന്നേ വരെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ നീ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, നീ ഇന്നും പാപത്തിൽ ജീവിക്കുന്നു എങ്കിൽ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, മരണശേഷം നിന്റെ ജീവിതം നിത്യമായ നരകത്തിലാണെന്ന് വിശുദ്ധ ബൈബിള് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സകല മതങ്ങളും ഒരുപോലെ പറയുന്ന പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് സകല മനുഷ്യരും പാപികളാണ്, സകല മനുഷ്യരും പാപികളാണ്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പാപികളാകുന്ന മനുഷ്യനെ രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. റോമൻ കാരാഗൃഹ പ്രമാണിയായ മനുഷ്യൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനായ പൗലോസിനോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? മറുപടി എന്താണ്? രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. രക്ഷ പ്രാപിപ്പാൻ വേറെ വഴിയില്ല, വേറെ മാർഗങ്ങളൊന്നുമില്ല. കർത്താവായ യേശുവിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ, നിത്യരക്ഷയുള്ളൂ, നരകത്തിൽ നിന്നുള്ള വിടുതലുള്ളൂ. ദൈവരാജ്യത്തിലെ അവകാശിയായി തീരുവാൻ തക്കവണ്ണം ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഇന്ന് പകൽക്കാലം അതിശക്തിയായി ഞങ്ങളോട് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിരുവചനം പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. രക്ഷ പ്രാപിപ്പാൻ പല മാർഗങ്ങൾ തേടി ഇന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയാതെ, ഒരു ദൈവമയനായി ജീവിപ്പാൻ കഴിയാതെ, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെടുവാൻ കഴിയാതെ ഇന്നും നീ ഒരു പാപിയാണെന്നുള്ള ദുഃഖബോധത്തോടെ കഴിഞ്ഞുകൂടുന്നു എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ അവിടുന്ന് ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു തിരുവഴുത്തുകളിൻ പ്രകാരം കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്റെ ജനത്തിന് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നത് വായ്കൊണ്ട് ഏറ്റുപറയുവാനും രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിപ്പാനും തയ്യാറാകുന്നു എങ്കിൽ നിനക്ക് രക്ഷ പ്രാപിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട്, പാപി തന്റെ പാപവഴികൾ വിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട്,
ഭാവി തന്റെ പാപം ഏറ്റുപറഞ്ഞ ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒന്നിനു പുറകെ ഒന്നായി നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് കർത്താവിന്റെ ഇഷ്ടപ്രകാരം ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച ദൈവകൃപയിൽ ജീവിക്കാൻ നിനക്ക് സാധിക്കുന്നു എങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ അല്ല അതിനു മുമ്പായിട്ട് എന്റെയോ നിങ്ങളുടെയോ മരണമെങ്കിൽ സംശയം വേണ്ട, നമുക്ക് ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുവാനിടയായി തീരും. ഈ മനോബോധം ഇന്നുവരെ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സന്തോഷ വാർത്ത ഞങ്ങളെ കേൾപ്പിക്കുമ്പോൾ, ഈ സുവാർത്ത ഞങ്ങളെ കേൾപ്പിക്കുമ്പോൾ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കാൻ കഴിയുകയില്ല, ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിലേക്ക് മടങ്ങി വരുവാനിടയായി തീരട്ടെ. നീ എത്രമാത്രം വലിയ പാപിയായിരുന്നാലും നിന്റെ പാപം കടച്ചു അതിനെ രക്താംബരം പോലെ തിരുവചനം പോലെ നിന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച നിന്നെ ഒരു മകളാക്കി തീർക്കുവാൻ യേശുവിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശുവിലേക്ക് മടങ്ങി വരിക, യേശുവിലേക്ക് മടങ്ങി വരിക. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, യേശുവിന്റെ തലമുറയെ സ്നേഹിക്കുന്നു. നീ നശിച്ചു പോകുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യരും അതിനെ രക്ഷിക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. സകല മനുഷ്യരും തിന്മയുടെ അനുഭവങ്ങൾ വിട്ട, ദുഷ്ടത വിട്ട, പാപങ്ങൾ വിട്ട ദൈവത്തിലേക്ക് തിരിയണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള അവസരം ഇന്ന് പകൽക്കാലം യേശു നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ തന്നിരിക്കുകയാണ്. അവസരം പാഴാക്കാതെ പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ സ്നേഹിതരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ അവസരം പാഴാക്കാതെ യേശുവിലേക്ക് മടങ്ങി വരിക. യേശു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു.